കൊച്ചി ആലുവയിൽ 1 കിലോ MDMA പിടികൂടിയ സർമീൻ അക്തർ NCBയുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടയാളാണ്. ലഹരിക്കടത്ത് സംശയിച്ച മുൻപ് 2 തവണ NCB ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെയാണ് ബാംഗ്ലൂർ സ്വദേശി സർമീൻ അക്തർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. സഹിൻ, ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട് MDMA പിടിക്കുന്നത് ഇപ്പോൾ നിരന്തരം ദിവസേന കേൾക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഈ സർമീൻ അക്തർ NCBയുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആളാണെന്നും പറയുന്നു. എപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടിയത്? ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഈ സർമീൻ അക്തറിൽ നിന്ന് വിവരങ്ങളായി ലഭിച്ചിട്ടുണ്ട് പോലീസിന്? വീണ സൂചിപ്പിച്ചതുപോലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആളായിരുന്നു സർമീൻ അക്തർ. ഇവരെ 2 തവണ മുൻപ്, പ്രത്യേകിച്ചും അന്ന് ബോളിവുഡ് ആക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ചില ലഹരി ആരോപണങ്ങളെല്ലാം വന്നിരുന്നു. ആ ഘട്ടങ്ങളിൽ NCB ഇവരെ 2 തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. അന്ന് പക്ഷേ ഇവരിൽ നിന്നും മതിയായ തെളിവുകൾ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്നലെ സർമീൻ അക്തർ എന്ന വൻ കണ്ണി, ബംഗളൂരുവിലെ ലഹരിക്കടത്ത് സംഘത്തിലെ ഒരു വലിയ കണ്ണിയായിട്ട് സർമീൻ അക്തറെ വിലയിരുത്തേണ്ടി വരും. ആലുവ റൂറൽ പോലീസിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. 1 കിലോ MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. 1 കിലോ MDMA എന്ന് പറയുമ്പോൾ നമ്മുടെ വിപണിയിൽ ഏറെക്കുറെ 50 ലക്ഷത്തിലധികം രൂപ വില വരും. ഇതിൻ്റെ വിലയിലല്ല പ്രാധാന്യം ഇരിക്കുന്നത്. ഈ MDMA 1 കിലോ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും അത് യുവാക്കളിലേക്കും ചെറുപ്പക്കാരിലേക്കും ഒപ്പം തന്നെ കുട്ടികളിലേക്കുമാണ് ഈ MDMA കൂടുതലും ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർമീൻ അക്തർ നേരിട്ട് തന്നെ ഈ MDMA ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. മുൻപും ഇവർ ഇത്തരത്തിൽ MDMA എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ആലുവ റൂറൽ പോലീസ് എത്തിയിരിക്കുന്നത്. ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഈ കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി ബാംഗ്ലൂർ കണക്ഷൻ തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സർമീൻ അക്തർ അടക്കമുള്ള ആളുകൾ ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് ഈ ലഹരി മരുന്ന് എത്തിക്കുന്നു. കൊച്ചിയിൽ ചില ആളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലഹരി മരുന്ന് മുഴുവൻ വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. ഇവരിൽ നിന്നും ഈ MDMA വാങ്ങുവാനായി എറണാകുളത്ത് കാത്തുനിന്ന യുവാവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഇയാളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ബംഗളൂരുവിലെ വലിയ സംഘത്തിലേക്ക് പോലീസ് അന്വേഷണം നീളുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർമീൻ അക്തറെ സംബന്ധിച്ചിടത്തോളം NCBയും ഈ കേസിൽ കാര്യമായി തന്നെ അന്വേഷണം നടത്തുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. വീണ, ശരി, കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.